Hi, I am Dr. Radhakrishnan Nair, practicing gynecologist with special interest in andrology and sexual medicine from Cochin. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ ഡോക്യുമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞുവല്ലോ. എല്ലാ എൻക്വയറിയും കഴിഞ്ഞ് ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ അടുത്ത് ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ടുപേരും പരസ്പരം അന്യഗ്രഹ ജീവികൾ എന്നാണ്, ഏലിയൻസ്. അതെങ്ങനെയാ ശരിയാവുക അല്ലേ? നിങ്ങൾ ചൊവ്വാഗ്രഹത്തിൽ നിന്നോ വ്യാഴം ഗ്രഹത്തിൽ നിന്നോ വന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം വീടുകളെ പറ്റിയാണ് ഞാൻ ഗ്രഹങ്ങൾ എന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ ജനിച്ചതും വളർന്നതും അവിടുത്തെ സാഹചര്യങ്ങളുമെല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ മറ്റൊരാൾക്ക്. ജനിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതികളും ശീലങ്ങളുമാണല്ലോ അവരവരുടെ വീട്ടിൽ. ചിലപ്പോൾ രണ്ടുപേർക്കും ഒരു തരത്തിലും സാമ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ സഹോദരങ്ങളോ സഹോദരികളോ തമ്മിൽ ഭക്ഷണ രീതികളിലോ മറ്റുള്ള ഇഷ്ടങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സാമ്യം ഉണ്ടാവുമോ? നമ്മുടെ അമ്മയും അച്ഛനും ഒന്ന് തന്നെയാണല്ലോ, ഒരേ വീട്ടിലല്ലേ നമ്മൾ ജനിച്ചു വീഴുന്നത്. എന്നിട്ട് പോലും വ്യത്യസ്തമായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളുമായിരിക്കും എല്ലാവർക്കും, അല്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന ഇരട്ട കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ ഇഷ്ടങ്ങളും ശീലങ്ങളോ തമ്മിൽ യാതൊരു സാമ്യവും ഉണ്ടാവണമെന്നില്ല. ഒരേ അമ്മയും ഒരേ അച്ഛനും ഒരുമിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നു വന്നവരോ ആണെങ്കിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും രണ്ടുപേർക്കും. അപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ടുപേരും അന്യഗ്രഹ ജീവികളാണ് എന്ന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി അങ്ങനെ ഇരിക്കെ അന്യഗ്രഹ ജീവികളായ നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ സാമ്യങ്ങൾ ഉണ്ടാവുമോ? അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമല്ലേ? നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പുതിയ വീട്ടിൽ അനുകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പൂർണ്ണമായും സഹിക്കാൻ കഴിയില്ല. അതുപോലെ ആ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് അവർ പറഞ്ഞാൽ നമുക്കും സഹിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യുക? രണ്ടു കൂട്ടരും അറ്റ്ലീസ്റ്റ് ഒരു 50% കാര്യങ്ങളെങ്കിലും കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ ആദ്യമേ ശ്രമിക്കേണ്ടതല്ലേ? അങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിനാവശ്യമായ പ്രീമറൈറ്റൽ കൗൺസിലിംഗ് കല്യാണത്തിന് മുമ്പ് രണ്ടുപേരും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ യുവതലമുറ വളർന്നു വന്ന രീതികൾ അതിശയിപ്പിക്കുന്നവയാണ്. ചിലർ അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പലർക്കും പരിചയക്കുറവുണ്ട്. ഇത് വിവാഹ ജീവിതവുമായി പൊരുത്തപ്പെടാൻ പ്രയാസമാകും. സ്വന്തം ഇന്നർവേഴ്സ് പോലും വാഷ് ചെയ്യാത്തവരാണ് പലരും. പഠിച്ച അക്കാഡമിക് കാര്യങ്ങളും തൊഴിലിനെ പറ്റിയുള്ള കാര്യങ്ങളും അല്ലാതെ അവരുടെ വീട്ടിലെ നിത്യേനയുള്ള കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം എന്ന കാര്യത്തിൽ യാതൊരുവിധ അറിവും ഉത്തരവാദിത്തങ്ങളും പലർക്കും ഉണ്ടാവില്ല. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളാണ് അവരെ ചെറുപ്പം മുതൽ അങ്ങനെയുള്ള ശീലങ്ങൾ പഠിപ്പിക്കുകയും അവരുടെ ഭാവി ജീവിതം മനോഹരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പ്രീമറിറ്റൽ കൗൺസിലിംഗിൽ ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ, ഫാമിലി പ്ലാനിംഗ്, സെക്സ് എഡ്യൂക്കേഷൻ എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. ഫെർട്ടിലിറ്റി കൗൺസിലിംഗ് വഴി ദമ്പതികൾക്ക് റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പറ്റി മനസ്സിലാക്കാനും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ പരിഹരിക്കാനും പറ്റും. സാധാരണയായി ഞാൻ കാണാറുള്ളത് പുരുഷന്മാരുടെ അഗ്രചർമ്മം പുറകോട്ട് പോകാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. അതിശയമെന്ന് പറയട്ടെ, പലരും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും കൂട്ടിയിട്ടാണ് എന്നെ കാണാൻ വരാറുള്ളത്. അതുപോലെ തന്നെ ചിലർക്ക് സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ കാണാറുണ്ട്. പലതും വിവാഹത്തിന് മുമ്പ് ചികിത്സിക്കാൻ പറ്റുന്നവയാണ്. ഇനി സ്ത്രീകളെ പരിശോധിക്കുമ്പോഴും ചിലപ്പോൾ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതലും. ഇവയെല്ലാം തന്നെ ഒരു പരിധിവരെ വിവാഹത്തിന് മുമ്പ് പരിഹരിക്കുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും. ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫാമിലി പ്ലാനിംഗ് അഥവാ എപ്പോൾ കുട്ടികൾ വേണമെന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പ്രീമറിറ്റൽ കൗൺസിലിംഗ് സമയത്ത്. പലരും വിവാഹം കഴിഞ്ഞ ആദ്യ മാസം തന്നെ പ്രഗ്നന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വലയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
ചിലരുടെ പഠിത്തം കഴിഞ്ഞിട്ടുണ്ടാവില്ല, ചിലർ ജോലിയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവില്ല. ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനാൽ സെക്സ് എഡ്യൂക്കേഷൻ ആണ് കൂടുതലായും രണ്ടുപേർക്കും മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് വിവാഹം കഴിക്കുന്ന ചിലർ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും അറിവില്ലായ്മകളും കാരണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാതെ വർഷങ്ങളായി കഷ്ടപ്പെടുന്നുണ്ട്. ഏത് ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ അവർ വട്ടം കറങ്ങാറുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ രക്ഷിതാക്കളും ബന്ധുക്കളും എന്തേ കുട്ടികളൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ തങ്ങളുടെ ലൈംഗിക പ്രശ്നം ഷെയർ ചെയ്യാനുള്ള മടി കാരണം ആരും അറിയാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള IUI പോലുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്ത് അവരവരുടെ രക്ഷിതാക്കളെയും ബന്ധുക്കളെയും കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് കൺവിൻസ് ചെയ്യാറുണ്ട്. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരിക്കലും യാതൊരു വിധത്തിലുള്ള ശാരീരിക ബന്ധവും അവർ തമ്മിൽ ഉണ്ടാവാറില്ല. അൺകൺസുമേറ്റഡ് മാരേജായി കണ്ടിന്യൂ ചെയ്യും അവരുടെ ജീവിതം. നല്ലൊരു ദാമ്പത്യ ബന്ധത്തിന് രണ്ടുപേരും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുവഴി സമാധാനവും സന്തോഷവും ഉള്ള ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും. അത് നമുക്കും നമ്മളുടെ കുട്ടികളുടെ സന്തോഷത്തിനും അവരുടെ ഭാവി ജീവിതത്തിനും ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്നതായി പഠനങ്ങളുണ്ട്. ശാരീരിക ബന്ധം ഇല്ലാതിരിക്കുമ്പോൾ പല വിധത്തിലുമുള്ള തെറ്റിദ്ധാരണകളും വഴക്കുകളും കുടുംബത്തിൽ ഉണ്ടാവുകയും ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കുകയും ചെയ്യും. അതിൽ ചിലത് ഡിവോഴ്സിലെത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെയും ജീവിതം ചിലപ്പോൾ തകരുന്നതിനൊപ്പം കുട്ടികളുടെ ജീവിതവുമാണ് തകരുന്നത്. നിറവേറ്റപ്പെടാത്ത പ്രതീക്ഷകളും തെറ്റിദ്ധാരണകളും കാരണം നിരവധി ദമ്പതികൾ വിവാഹത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങൾ നേരിടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയായ പ്രീമറിറ്റൽ കൗൺസിലിംഗ് ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങൾ തടയാമായിരുന്നു. വിവാഹം എന്നത് ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹത്തായ സംഭവമാണല്ലോ. എല്ലാവർക്കും അവരുടേതായ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ അതിനു മുമ്പ് രണ്ടുപേരും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ നല്ലതാണ്. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എടുക്കാതെ വിവാഹം കഴിഞ്ഞ് എന്നെ കാണാമെന്ന ചില ദമ്പതികളുടെ അനുഭവ കഥകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം.